إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-അംബിയാ 82-ാമത്തെ ആയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാമുമായി തന്നെ ബന്ധപ്പെട്ട് അവതരിച്ച ആയത്താണ്. വമിനശ്ശയാത്തീൻ, ശൈത്വാൻമാരിൽ നിന്നും, അതായത് പിശാചുക്കളിൽ നിന്നും ജിന്നുകളിൽ നിന്നും സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വഴിപ്പെടുത്തി കൊടുത്തു. പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നതിന്, പലതരത്തിലുള്ള പ്രവർത്തികൾ പ്രവർത്തിച്ചുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് സഹായകമാകുന്ന ജോലിക്കാരായിക്കൊണ്ട് ജിന്നുകളെ അല്ലാഹു സുബ്ഹാനഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്ത വിഷയമാണ് പറയുന്നത്. മയ്യഗൂസൂൻ, അവരിലുണ്ട് മുങ്ങുന്നവരുണ്ട്, കടലിൽ മുങ്ങിക്കൊണ്ട് പലതരത്തിലുള്ള വിലപിടിപ്പുള്ള മുത്തുകൾ വാരിയെടുക്കുന്ന ജിന്നുകൾ അക്കൂട്ടത്തിലുണ്ട്. ലഹു, അദ്ദേഹത്തിന് വേണ്ടി, ആ സുലൈമാൻ നബിയുടെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിന് വേണ്ടി വിലപിടിപ്പുള്ള മുത്തുകളും ആ കടലിൽ നിന്നും മുങ്ങിയെടുക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. വയഅമലൂന, പ്രവർത്തിക്കുന്നവരുമുണ്ട്. അമലൻ ദൂന ദാലിക, അതല്ലാത്ത പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവരും ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്. പലതരത്തിലുള്ള വലിയ വലിയ എടുപ്പുകൾ നിർമ്മിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ ആദ്യത്തെ നിർമ്മാണം നിർവഹിച്ചതും ഈ ജിന്നുകൾ തന്നെ എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. വകുന്നാ ലഹും, വകുന്നാ നാമായിരുന്നു ലഹും, അവർക്ക്, അവരെ ഹാഫിലീൻ, അവരെ സംരക്ഷിക്കുന്നവരായിരുന്നു, കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതിനുള്ള എല്ലാ സംരക്ഷണവും അല്ലാഹുവിൽ നിന്നും നിരന്തരം ലഭിച്ചിരുന്നു. അങ്ങനെ വലിയൊരു ലോകത്തിലെ തന്നെ സമാനതകളില്ലാത്ത പലതരം അത്ഭുതങ്ങളും സിദ്ധിച്ച ഒരു നബിയായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. സമാനതകളില്ലാത്ത പലതരം അത്ഭുതങ്ങളും കൂടെ കൊണ്ടു നടന്ന ഒരു നബിയായിരുന്നു. കാറ്റിനെ അല്ലാഹു വഴിപ്പെടുത്തി കൊടുത്ത, പിശാചുക്കളെ, അതായത് ജിന്നുകളെ വഴിപ്പെടുത്തി കൊടുത്ത ഒരു നബിയായിരുന്നു. അതുകൊണ്ടൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നബി മാത്രമായിരുന്നില്ല, വലിയൊരു ചക്രവർത്തിയായിരുന്നു, രാജാവായിരുന്നു. അതുപോലെ ദാവൂദ് നബിയും അതുപോലെ ചക്രവർത്തിയും രാജാവുമായിരുന്നു. അവരുടെ പ്രധാന ഭരണകേന്ദ്രം എന്ന് പറയുന്നത് ഇന്നത്തെ പലസ്തീൻ ഉൾക്കൊള്ളുന്ന ആ ഷാം പ്രദേശമായിരുന്നു. ഇത്രയും ആളുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നിന്നുള്ള ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.